ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പമ്പുളി വെച്ചിട്ടൊരു ഇഞ്ചിമ്പുളിയാണ്. ഇവിടേക്ക് ഞങ്ങളവിടേക്കൊക്കെ ഇരുമ്പമ്പുളി എന്നാണ് പറയാം. പല സ്ഥലങ്ങളിലും പല പേരാണ് ഈ പുളിക്ക്. ഇവിടെ ഇരുമ്പമ്പുളി എന്നാണ് പറയാം. അതിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ആദ്യം ഇത് നുറുക്കിയിട്ട് ഞാൻ ഒരു കുക്കറിൽ നന്നായി വേവിച്ചെടുക്കട്ടെ. ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു ഇരുമ്പമ്പുളി 3 കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുക. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് നന്നായി വേവിക്കുക. എന്നിട്ട് പിന്നെ വെന്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയൊക്കെ കാണാം. എന്തൊക്കെയാണ് ഞാൻ അതിൽ കൂട്ടണത്, എന്തൊക്കെയാണ് അതിൽ ചേർക്കണത് ഒക്കെ കാണാം. ഇതപ്പോൾ 1 കിലോയോളം ഇരുമ്പമ്പുളി ഉണ്ട്. അത് വട്ടത്തിൽ നുറുക്കി കനം കുറച്ചിട്ടോ കുറച്ച് കനത്തിലോ അല്ലെങ്കിൽ കുറച്ച് കനം കുറഞ്ഞിട്ടോ ഒക്കെ നുറുക്കാം. ഇനി നമുക്കതിൽ ഇരുമ്പമ്പുളിയിൽ വെള്ളമുള്ള കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. ഇനി 2-4 ഫിസലൊക്കെ വരട്ടെ. ഇത് നമുക്ക് പിന്നെ ബാക്കി കാണാം. അപ്പോൾ നമുക്ക് ഇരുമ്പമ്പുളി കൊണ്ടുള്ള പുളിയിഞ്ചി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കഷ്ണമൊക്കെ വേവിച്ച് ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ജാറിൽ കുറച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കഷ്ണമായിട്ട് കിടക്കും. അങ്ങനെ ഇരുമ്പമ്പുളി വേവിച്ചിട്ട് അടിച്ച് വെച്ചതാണിത്. പിന്നെ 2-4 പച്ചമുളക്, ഉലുവപ്പൊടി, വേപ്പില, വറ്റൽമുളക് വറുത്തിടാൻ, കായപ്പൊടി, ഉലുവ, കടുക്, ഇഞ്ചി, ഒരു 100 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഉപ്പ്. നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രത്തിലൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ കറ പിടിക്കുള്ളൂ. നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 4 വറ്റൽമുളക് നടുമുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ, മൂത്ത് വരട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ വാടിയ പോലെ ഈ ചൂട് കാരണം. ഇപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇരുമ്പമ്പുളി മിക്സിയിൽ അടിച്ചത് അതിൽ വെച്ച് കൊടുക്കാം. അടിച്ചു കൊടുത്താലാണ് ശരിക്കും പുളിയിഞ്ചിയുടെ ഇത് വരിക. അതിൽ ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്.
ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി വറ്റിച്ചെടുക്കാം നമുക്ക്. ഇരുമ്പമ്പുളി വേവിക്കുമ്പോൾ തുള്ളി വെള്ളം വെച്ചെടുത്താൽ മതി. ഇരുമ്പമ്പുളിയിൽ വെള്ളമുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കാനുള്ള ഗതികൾ വരും. അത് തിളച്ച് വന്നു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി അതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അച്ച് ശർക്കര. നമുക്ക് മധുരം കുറച്ച് വേണ്ടുള്ളതെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാനൊരു 3 അച്ചിട്ടുണ്ട്, വലിയ അച്ച്. അത് പാനിയാക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ അത് തിളയ്ക്കുന്നതല്ലേ, അതിൽ അലിഞ്ഞോളും. ഇത് നന്നായി കുറുക്കിയെടുക്കുക. നന്നായി കുറുക്കി വരട്ടെ. വാളംപുളി കൊണ്ടാണ് സാധാരണ ഇഞ്ചിമ്പുളി വിഷുവിനൊക്കെ ഉണ്ടാക്കുക. ഒരു വെറൈറ്റി ആയിട്ട് ഇതുകൊണ്ട് ഇരുമ്പമ്പുളി കൊണ്ട് ഉണ്ടാക്കുകയാണ്. നല്ല അതേ രുചിയിൽ തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും കിട്ടുക. ഇനി നന്നായി ഒന്ന് കുറുകി വരണം. കുറുകി വന്നിട്ട് നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. കുറുകി വരട്ടെ. ഇതാ എനിക്ക് ഉലുവപ്പൊടിയും കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഇഞ്ചിമ്പുളി തയ്യാറായി. നല്ല ഇഞ്ചിമ്പുളിയാണ്. നിങ്ങളത് ഇരുമ്പമ്പുളി ഉണ്ടെങ്കിൽ വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള ഇഞ്ചിമ്പുളിയാണ്. അപ്പോൾ അത് വറ്റി കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടി ഇടാം. ഞാൻ ചുക്കുപൊടി ഒന്നും ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കുക. വിഷുവിന് നല്ലൊരു ഇരുമ്പമ്പുളി ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം.